ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ളൊരു കാര്യമാണ് തൗഹീദ് എന്ന് പറയുന്നത്. ഏകദൈവ വിശ്വാസം. പലതരത്തിലുള്ള ദൈവവിശ്വാസങ്ങളുണ്ട്. ദൈവത്തിൽ വിശ്വസിക്കാത്ത ആളുകളുണ്ട്. ഏകദൈവമായിട്ടുള്ള അള്ളാഹുവിലുള്ള വിശ്വാസം, അവന് മാത്രമായി കീഴൊതുങ്ങിക്കൊണ്ട്, അവനെ മാത്രം അംഗീകരിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവനെ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് തൗഹീദിൻ്റെ ആകത്തുക എന്നുള്ളത്. ഈ തൗഹീദിനെ അരക്കെട്ടുറപ്പിച്ച് നിർത്തുന്ന, അല്ലെങ്കിൽ തൗഹീദിനെ കൃത്യമായിട്ട് നിർവചിക്കുന്ന ഖുർആനിലെ വളരെ ലളിതമായിട്ടുള്ളൊരു സൂറത്തുണ്ട്. നമ്മളൊക്കെ പലപ്പോഴും ഓതിപ്പോകുന്നതാണ്. പക്ഷേ അതിൻ്റെ അർത്ഥവും വ്യാപ്തിയും ആഴവും പരപ്പും, അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ കിട്ടുന്ന അമൂല്യങ്ങളായ രത്നങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല എന്ന് മാത്രം. അത് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള സൂറത്തുൽ ഇഖ്ലാസ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സൂറത്താണ് കേട്ടോ. ഒരു പ്രത്യേകത, ഹുറൂഫുൽ കൽക്കലയുടെ അക്ഷരമായിട്ടുള്ള ദാല് അതിൽ അവസാനിക്കുന്നതാണ്. ഓരോ ആയത്തുകളും എടുത്തു നോക്കൂ. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇതിൽ പറയുന്നത് എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏകത്വത്തിനെ കുറിച്ച്, പരമാധികാരത്തെക്കുറിച്ച്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദിയിലേ ഉള്ള ശക്തിയാണ്. ഒരു സന്താനത്തിനും ജന്മം നൽകിയിട്ടില്ല, ആരുടെയും സന്താനമായി ജനിച്ചിട്ടുമില്ല, അവന് തുല്യനായിട്ട് ആരുമില്ല എന്നുള്ളത് തൗഹീദിന്റെ എത്ര മധുരമായ സന്ദേശം, എത്ര ലളിതമായി, എന്നാൽ അതോടൊപ്പം തന്നെ ആശയഗാംഭീര്യത്തോടു കൂടി തൗഹീദിനെ അവതരിപ്പിച്ചു നോക്കൂ. ഇനി മുതൽ സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്ന സമയത്ത് ഇത് നമ്മുടെ മനസ്സിലുണ്ടാവണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.